കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച് നടക്കുകയാണ് കേരളത്തിൽ എമ്പാടും. നമുക്കറിയാം, NDAയ്ക്കായി സ്മൃതി ഇറാനിയും തേജസ്വി സൂര്യയും കിരൺ റിജിജുവും JP നദ്ദയും ഒക്കെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് വിവരങ്ങൾ. ഷെഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളടക്കം കേരളത്തിൽ ക്യാമ്പ് ചെയ്തിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കണ്ടു. ഇന്നലെ പ്രിയങ്ക ഗാന്ധി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അതേപോലെ തന്നെയാണ് നാളെ പ്രധാനമന്ത്രി 4-ാം തീയതി പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും. മാത്രമല്ല, തിരുവനന്തപുരത്തെ തെക്കൻ കേരളത്തെ സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് കാര്യമായ രീതിയിൽ എഫക്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തിരുവല്ലയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നാളെ 2 പ്രധാനപ്പെട്ട പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചങ്ങനാശ്ശേരി NSS കോളേജ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി ഇറങ്ങും. അതിനുശേഷം റോഡ് മാർഗം തിരുവല്ലയിലെത്തും. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ 1 ലക്ഷം പേരുടെ പരിപാടി അദ്ദേഹം അഭിസംബോധന ചെയ്യും. തിരുവല്ല, ആറന്മുള, ഹരിപ്പാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, റാന്നി, കോന്നി, അമ്പലപ്പുഴ, അടൂർ, ചങ്ങനാശ്ശേരി, കായംകുളം മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് പിന്നാലെയായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത്. തിരുവനന്തപുരത്ത് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള റോഡ് ഷോ അത് മാറുകയും ചെയ്യും. 2 മണ്ഡലങ്ങൾ, അതിലൊന്ന് BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന നേമം, അതേപോലെ തന്നെ ഈ തിരുവനന്തപുരം സെൻട്രൽ, ഈ 2 മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടായിരിക്കും ആ റോഡ് ഷോ നടത്തുക. കൂടാതെ ഈ സമീപ പ്രദേശത്തെ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും ആ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചും അവരുടെ ദേശീയ നേതാക്കളും മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അടക്കം കേരളത്തിലേക്ക് വരും ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. LDFനെ സംബന്ധിച്ച് അവരുടെ താരപ്രചാരകർ ഇതിനോടകം തന്നെ പൊതുയോഗത്തിലടക്കം പങ്കെടുക്കുകയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗ പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.